ഓക്കെ, ബക്കൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ബക്കിനെട്ടിൻ്റെ മേളിലായിട്ട് നല്ല ഡെപ്തിലുള്ളൊരു ഫാറ്റാണ് ഈ ബക്കൽ ഫാറ്റ് എന്ന് പറയുന്നത്. അത് ഒരുമാതിരി നമ്മുടെ ഏകദേശം സ്കള്ളിൻ്റെ ക്യാവിറ്റി ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫാറ്റാണ് ബക്കൽ ഫാറ്റ്. ഓക്കെ, ഏതിൻ്റെ ഇടയ്ക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീക്ക് ബോണിൻ്റെയും ലോവർ ജോയുടെയും ഇടയ്ക്കായിട്ട് വരും. എന്ന് വെച്ചാൽ കവിളെല്ലിൻ്റെയും താഴത്തെ താടിയെല്ലിൻ്റെയും ഇടയ്ക്കായിട്ട് വരുന്ന ഒരു ഫാറ്റാണ് ബക്കൽ ഫാറ്റ്. ഓക്കെ, നെക്സ്റ്റ് മലാർ ഫാറ്റ്. മലാർ ഫാറ്റ് എന്ന് പറയുമ്പം ഇത് ആക്ച്വലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോസിൻ്റെ ബേസിലാണ്, മൂക്കിൻ്റെ ബേസ് ഏരിയയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം മൗത്തിൻ്റെ ആംഗിൾ അനുസരിച്ച് താഴോട്ട് ആണ് കിടക്കുന്നത്, വായുടെ ആംഗിൾ അനുസരിച്ച് താഴോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രായമാവും തോറും ഈ ഒരു സ്കിന്ന് ലൂസായി അതിൻ്റെ ഇലാസ്റ്റിസിറ്റി പോയിട്ട് അത് ലൂസായി വന്നിട്ട് അത് സെപ്പറേറ്റ് ആവും ഈ ഒരു ഫാറ്റ്. എന്നിട്ട് ഇടയ്ക്കൊരു ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയൊരു വിടവ് പോലെ, ഒരു മടക്ക് പോലെ നമുക്ക് കാണാൻ പറ്റും കവിളിൽ. ഓക്കെ, നെക്സ്റ്റ് സുപ്പീരിയർ ജോൾ. ഇതും ഏകദേശം വായോട് ചേർന്ന് വരുന്ന ഒരു ഫാറ്റ് ഏരിയയാണ് സുപ്പീരിയർ ജോൾ എന്ന് പറയുന്ന ഫാറ്റ്. നോർമലി എല്ലാ ആൾക്കാരിലും കാണാൻ പറ്റും, എല്ലാ ഏജിലുള്ള ആൾക്കാരിലും ഉണ്ടാവും ഇത് സുപ്പീരിയർ ജോൾ. നെക്സ്റ്റ് ഉള്ളത് ഇൻഫീരിയർ ജോളാണ്. ഇൻഫീരിയർ ജോൾ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ജോളിൻ്റെ തൊട്ട് താഴെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ ഇൻഫീരിയർ ജോൾ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും സ്കൾപ്റ്റിംഗ് 3Dയിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മണ്ണുകൊണ്ട് സ്കൾപ്റ്റ് ചെയ്യുമ്പോഴോ ഈ ഒരു ഫാറ്റ് നമുക്ക് നമ്മുടെ ഒരു ക്യാരക്ടർ കൊടുക്കാനായിട്ട്, ആ ഒരു ചെയ്യുന്ന ഒരു ആളിൻ്റെ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഉപകാരപ്പെടുന്ന ഒരു മീൻസ് ആളുകളിലോട്ട്, കാഴ്ചക്കാരിലോട്ട് കുറച്ചുകൂടെ അതിൻ്റെ ഐഡിയ കൊടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളൊരു ഫാറ്റ് ഏരിയയാണ് ഇത്. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ആളിൻ്റെ ഏജ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഈ ഒരു ഇൻഫീരിയർ ജോൾ എന്ന് പറയുന്ന ആ ഒരു ഫാറ്റ് കൊടുക്കുന്നതനുസരിച്ച്. ഇത് ആക്ച്വലി ഈ ഫാറ്റ് ഉണ്ടാകുന്നത് ആക്ച്വലി നമുക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ചല്ല, ഇത് ഏജ് കൂടുന്നതനുസരിച്ചാണ്, പ്രായമാകുന്നതനുസരിച്ചാണ് ഈ ഒരു ഇൻഫീരിയർ ജോൾ ആക്ട് ചെയ്യുന്നത്. വെയിറ്റ് കൂടുന്നതനുസരിച്ച് വരുന്ന ഫാറ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സബ് മാൻഡിബുലർ ജോൾ. ഒരാൾ ഒരു പ്രത്യേക രീതിയിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവർക്ക് നല്ലപോലെ ഒരു ഒബേസ് ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് ഭയങ്കര പൊണ്ണത്തടി വരികയാണെങ്കിൽ ഈ ഒരു സബ് മാൻഡിബുലർ ജോൾ നമുക്ക് നല്ലപോലെ വിസിബിളായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് സബ് മെൻ്റൽ ഫാറ്റ്. ഇത് ആക്ച്വലി നമുക്ക് താടിയുടെ താഴെയായിട്ട് കാണാൻ പറ്റുന്നൊരു ഫാറ്റാണ് സബ് മെൻ്റൽ ഫാറ്റ്. നമുക്കൊരാളെ കാണുമ്പം അയാളുടെ താടിയുടെ താഴെ അടിത്താടി അല്ലെങ്കിൽ ഇരട്ടത്താടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയൊരു തൂങ്ങിക്കിടക്കുന്നത് പോലെ ഒരു കുറച്ച് പോർഷൻ ഫാറ്റ് വണ്ണമുള്ളവരിലേക്ക് കാണാൻ പറ്റും. ഈ കഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിനും താടിയലിനും ഇടയ്ക്കായിട്ട് ഉള്ള പോർഷനിൽ നമ്മളൊരാൾ തല താഴോട്ട് താഴ്ത്തി വെക്കുമ്പോൾ അവിടെ വീർത്തിരിക്കുന്നത് കാണാം. ആ ഏരിയ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സബ് മെൻ്റൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് പോസ്റ്റീരിയർ മാൻഡിബുലാർ ഫാറ്റ്. ഈ ഫാറ്റ് ആക്ച്വലി നമുക്ക് കാണുന്നത് ഫേസിൻ്റെ സൈഡ് വൈസ് താഴോട്ടാണ് വരുന്നത്, മാൻഡിബിൾ ഏരിയയിലോട്ട് വരുന്ന പോലെയാണ് ഈ പോസ്റ്റീരിയർ മാൻഡിബുലാർ ഫാറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാൻഡിബുലാർ എന്നൊരു പേര് അതിനകത്ത് കയറിയിരിക്കുന്നത്, പോസ്റ്റീരിയർ മാൻഡിബുലാർ ഫാറ്റ്. ഒരാൾ നല്ലപോലെ ഹെവി ആകുമ്പോൾ, നല്ലപോലെ വണ്ണം വെച്ച് വരുമ്പോൾ ഈ ഒരു ഫാറ്റ് ഒരു നല്ലപോലെ ബിൽഡപ്പായിട്ട് ആ മെസറ്റർ മസിലിനെ കവർ ചെയ്തുകൊണ്ട് വരുന്നത് കാണാൻ പറ്റും. നെക്സ്റ്റ് ഓർബിറ്റൽ ഫാറ്റ്. ഈ ഒരു ഓർബിറ്റൽ ഫാറ്റ് നമ്മുടെ ഓർബിറ്റ് ഫില്ല് ചെയ്തുകൊണ്ട് വരുന്ന പോലെയാണ്, ഓർബിറ്റിനെ കവർ ചെയ്ത് ഫില്ല് ചെയ്യുന്നത് പോലെ വരുന്നത് കൊണ്ടാണ് ഓർബിറ്റൽ ഫാറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഐബോൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സബ് ഓർബിക്കുലാറിസ് ഒക്യൂലി ഫാറ്റ്. ഷോർട്ട് ഫോമിൽ SOOF സൂഫ് എന്ന് വിളിക്കാൻ പറ്റും. ഇത് ആക്ച്വലി ഈ ഫാറ്റ് തൂങ്ങിക്കിടക്കുന്നത് ഓർബിറ്റൽ ബോണിൻ്റെ താഴെ റൈറ്റ് സൈഡ് എഡ്ജിലായിട്ടാണ് ഇത് തൂങ്ങിക്കിടക്കുന്നത്. ഇത് കൂടുതലും പ്രായമുള്ള ആൾക്കാരിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് റെട്രോ ഓർബിക്കുലാറിസ് ഒക്യൂലി ഫാറ്റ്, ROOF ഷോർട്ട് ഫോമിൽ റൂഫ് എന്ന് വിളിക്കാം. തൊട്ട് മുമ്പത്തെ സൂഫ് എന്നും ഇതിനെ റൂഫ് എന്നും വിളിക്കാം. റെട്രോ ഓർബിക്കുലാറിസ് ഒക്യൂലി ഫാറ്റ്. ഇത് ആക്ച്വലി ഈ ഫാറ്റ് തൂങ്ങിക്കിടക്കുന്നത് ഓർബിറ്റൽ ബോണിൻ്റെ ടോപ്പ് റൈറ്റ് എഡ്ജിലായിട്ടാണ് തൂങ്ങിക്കിടക്കുന്നത്. നമ്മൾ പ്രായമാകും തോറും നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ലൂസനായി വരുന്ന സമയത്ത് ഈ ഒരു ഫാറ്റ് താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കും, ദ റൂഫ്. നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ പ്രീടാർസൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഐലിഡിൻ്റെ ലോവർ ഏരിയയിൽ കാണുന്ന ഒരു ഫാറ്റാണ്
നമ്മൾ വണ്ണം വെക്കും തോറും വണ്ണം കൂടി വരുന്നതനുസരിച്ച് ഈ പ്രീ-ടാഴ്സൽ ഫാറ്റ് മറ്റ് ഫാറ്റ് പോലെ കൂടി വരില്ല. അത് വന്ന രീതിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വണ്ണം മീൻസ് ആ ഒരു ഫാറ്റ് കൂടാതെ തന്നെ അവിടെ അടിഞ്ഞുകൂടി കിടക്കുക മാത്രമേ ചെയ്യുള്ളൂ പ്രീ-ടാഴ്സൽ ഫാറ്റ്. സോ ഇത്രയും ഫാറ്റാണ് നമുക്ക് ഫേസിൽ കാണിക്കാനുള്ളത്. ഫേസിൽ പറയുമ്പം ഫേസിനെ കുറിച്ച് പറയുമ്പം ഫേസിൻ്റെ സർഫസിലുള്ള ഫാറ്റ് ആണ് ഇത്രയും നമ്മൾ കണ്ടത്. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഈ ഫാറ്റ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, ഫാറ്റ് നമുക്ക് എനർജി തരുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന് ചൂട് തങ്ങി നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, ചൂടായിട്ട് എപ്പോഴും വാമായിട്ടിരിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില പ്രത്യേക ഓർഗൻസിനും മസിൽസിനും കുഷനായിട്ടും ഈ തരത്തിലുള്ള ഫാറ്റ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് all about the fat on the face. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.